സ്വാഗതം. കോഗ്നിറ്റീവ് സൈക്കോളജി അതിന്റെ അടുത്തുള്ള മറ്റു പഠനശാഖകളുമായിട്ട് എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. ശരിയാണ്. നിങ്ങൾ തന്ന മെറ്റീരിയൽസ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിനെ മനസ്സിലാക്കാൻ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ തലച്ചോറിനെ നേരിട്ട് പഠിക്കുന്നുണ്ട്, അല്ലേ? നമുക്കിതിലേക്ക് ഇറങ്ങി നോക്കാം. തീർച്ചയായും. അപ്പോ നമ്മൾ ഈ നോക്കിയ കാര്യങ്ങളിൽ നിന്ന് ഒരു 3 പ്രധാന ആശയങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഈ കമ്പ്യൂട്ടർ രൂപകം, അതായത് മനുഷ്യന്റെ ചിന്തയെ ഒരു കമ്പ്യൂട്ടറുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. 2, കോഗ്നിറ്റീവ് സയൻസ്, അതൊരു ഒരു വിശാലമായ പഠന മേഖലയാണ്. പിന്നെ 3-മത്തേത് ഈ നാഡീശാസ്ത്രവും കോഗ്നിറ്റീവ് സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി. അപ്പോ ആ കമ്പ്യൂട്ടർ രൂപകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. തുടക്കത്തിൽ ഈ മനസ്സിനെ സോഫ്റ്റ്വെയർ പോലെയും തലച്ചോറിനെ ഹാർഡ്വെയർ പോലെയുമൊക്കെ കണ്ടിരുന്നത് അതൊരു വലിയ സ്റ്റെപ്പായിരുന്നില്ലേ ചിന്തയെ മനസ്സിലാക്കാൻ? ആയിരുന്നു. തുടക്കത്തിൽ അതൊരു ഒരു നല്ല തുടക്കമായിരുന്നു. പക്ഷെ അതിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ടല്ലോ അല്ലേ നിങ്ങളുടെ മെറ്റീരിയൽസിൽ തന്നെ? ഉണ്ട്. കാരണം ഈ വിവരങ്ങൾ എങ്ങനെ വരുന്നു, അതിനെന്ത് ചെയ്യുന്നു, എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് രീതിയിൽ കാണാൻ അത് സഹായിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ മനസ്സിലായി, മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത് വെറുമൊരു കാൽക്കുലേഷൻ അല്ല. ശരിയാണ്. ഇപ്പോ നിങ്ങൾ തന്ന ആ സ്രോതസ്സുകളിൽ പറയുന്ന പോലെ കമ്പ്യൂട്ടറുകൾക്ക് ഭയങ്കര വേഗത്തിൽ കണക്കുകൂട്ടാം, നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാം. പക്ഷേ മനുഷ്യന്മാർക്കൊരു സാഹചര്യം മനസ്സിലാക്കാനും ഊഹിച്ചെടുക്കാനും പുതിയ പാറ്റേണുകൾ പഠിക്കാനും തമാശ കേട്ടാൽ ചിരിക്കാനും ഇതിനൊന്നും കമ്പ്യൂട്ടറിന് പറ്റില്ല. ശരി. അപ്പോ ഈ പരിമിതികൾ വന്നപ്പോഴാണ് ഇതിനെ മറികടക്കാൻ നോക്കിയത്. അപ്പോഴാണോ ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾ വരുന്നത്? തലച്ചോറിനോട് കുറച്ചുകൂടി സാമ്യമുള്ളത്? അതെ. ഒരു പരിധിവരെ അത് കുറച്ചുകൂടി അടുത്തു നിന്നു. പാറ്റേണുകൾ തിരിച്ചറിയാനൊക്കെ കമ്പ്യൂട്ടറിനേക്കാൾ ഭേദമായിരുന്നു. മനുഷ്യന്റെ ബ്രെയിനിന്റെ ഒരു ഘടനയോട് കുറച്ചുകൂടി അടുത്തു നിൽക്കും. പക്ഷെ അതിനും പ്രശ്നങ്ങളുണ്ട്. കണക്കുകൂട്ടാൻ ചിലപ്പോൾ വേഗത കുറവായിരിക്കും, തെറ്റുകൾ വരാം, പിന്നെ ഏറ്റവും പ്രധാനം അതിനും വികാരങ്ങളില്ല, ബോധമില്ല. അത് ശരിയാണ്. അപ്പോ കമ്പ്യൂട്ടർ രൂപകം ഒരു തുടക്കമെന്ന നിലയ്ക്ക് ആയിരുന്നു, പക്ഷെ മുഴുവൻ ചിത്രം കിട്ടിയില്ല. ഇത് നമ്മളെ അടുത്ത പോയിന്റിലേക്ക് എത്തിക്കുന്നു. കോഗ്നിറ്റീവ് സയൻസ്. ഇത് കോഗ്നിറ്റീവ് സൈക്കോളജിയെക്കാളും വലുതാണെന്ന് തോന്നുന്നല്ലോ, അല്ലേ? എന്താ ഇതിന്റെ ഒരു പ്രത്യേകത? അതെ, കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്നത് ഒരു കുട പോലെയാണ്. പല ശാസ്ത്രശാഖകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. നിങ്ങൾ ഷെയർ ചെയ്ത മെറ്റീരിയലിൽ കാണുന്നില്ലേ, കോഗ്നിറ്റീവ് സൈക്കോളജി, ന്യൂറോ സയൻസ്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, തത്വശാസ്ത്രം, ഭാഷാശാസ്ത്രം, നരവംശാസ്ത്രം, അങ്ങനെ പലതും. ചിന്ത, അറിവ്, ഇതിനെയൊക്കെ പറ്റി ഒരുമിച്ചുള്ള ഒരു ചിത്രം തരാനാണിത് ശ്രമിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസും ന്യൂറോ സയൻസും കോഗ്നിറ്റീവ് സൈക്കോളജിയും തമ്മിൽ അടുത്തപ്പോഴാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം വന്നത്. അപ്പോ ഒരു വിഷയം പല ആംഗിളിൽ നിന്ന് നോക്കുന്നു. അതെ. ഒരൊറ്റ ശാസ്ത്രശാഖയ്ക്ക് തനിയെ കിട്ടുന്നതിനേക്കാൾ ആഴത്തിലുള്ള ഒരു കാഴ്ച കിട്ടും. കൊള്ളാം. അപ്പോ ശരി, ഈ ആശയങ്ങളൊക്കെ തലച്ചോറിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അങ്ങോട്ട് വരാം. നിങ്ങളുടെ ആ സ്രോതസ്സുകളിൽ ബ്രെയിൻ ഇമേജിങ്ങിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. തീർച്ചയായും. തലച്ചോറിനെ സ്കാൻ ചെയ്ത് ചിന്തയെ മനസ്സിലാക്കുന്നത് അതെങ്ങനെയാണ്? അവിടെയാണ് ന്യൂറോ സയൻസിന്റെ റോള് വരുന്നത്. നിങ്ങൾ ഷെയർ ചെയ്തൊരു വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. MRI, PET, EEG പോലത്തെ ടെക്നോളജി. നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴോ ചെയ്യുമ്പോഴോ തലച്ചോറിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റും. MRI ആണെങ്കിൽ തലച്ചോറിന്റെ സ്ട്രക്ചറും പ്രവർത്തനവും കാണിക്കും. PET ആണെങ്കിൽ രക്തയോട്ടം നോക്കിയിട്ട് എവിടെയാണ് ആക്ടിവിറ്റി എന്ന് പറയും. EEG ആണെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് നോക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കാര്യം ഓർക്കാൻ ശ്രമിക്കുമ്പോൾ റിട്രീവൽ എന്ന് പറയില്ലേ, അപ്പൊ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ്, പിന്നെ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആക്റ്റീവ് ആവുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് ഇത്തരം പഠനങ്ങളിലൂടെയാണ്. ഹിപ്പോ ക്യാമ്പസ് ഓർമ്മയ്ക്ക് പ്രധാനപ്പെട്ടതാണല്ലോ അല്ലേ? അതെ. ഓർമ്മ ഉണ്ടാകുന്നതിനും എടുക്കുന്നതിനുമൊക്കെ. പിന്നെ ഈ തലച്ചോറിന് ക്ഷതം പറ്റിയവരുടെ പഠനങ്ങളും അതും പ്രധാനമാണെന്ന് തോന്നുന്നു. ഈ HMRB എന്നൊക്കെ പറയുന്ന കേസുകൾ. വളരെ പ്രധാനം. ആ ന്യൂറോ സൈക്കോളജി വീഡിയോകളിൽ അത് പറയുന്നുണ്ട്. HMന്റെ കേസ് പഠിച്ചതുകൊണ്ടാണ് നമുക്ക് പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാൻ ഹിപ്പോ ക്യാമ്പസ് വേണമെന്ന് മനസ്സിലായത്. ശരിയാണ്. അതുപോലെ പലതരം ഓർമ്മകളുണ്ട്. ഷോർട്ട് ടേം, ലോങ് ടേം, പ്രൊസീജറൽ മെമ്മറി, അങ്ങനെയൊക്കെ മനസ്സിലായതും ഈ കേസുകളിൽ നിന്നാണ്. മൃഗങ്ങളിലെ പഠനങ്ങളും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഓർമ്മയുടെ ഒരു ബയോളജിക്കൽ ബേസിസ് എന്താണെന്ന് മനസ്സിലാക്കാൻ. നിങ്ങൾ തന്ന മെറ്റീരിയലിൽ
ഈ LTP കുറിച്ചൊക്കെ പറയുന്നില്ലേ? ആ, ലോങ് ടേം പൊട്ടൻഷ്യേഷൻ. അതെ, അതായത് നാഡീകോശങ്ങൾ തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആകുന്നതാണ് ഓർമ്മയുടെ അടിസ്ഥാനം എന്നാശയം. അതുപോലെ ഹെബ്ബിയൻ ലേണിംഗ്, ഒരുമിച്ച് ആക്റ്റീവ് ആകുന്ന സെല്ലുകൾ തമ്മിലുള്ള ബന്ധം കൂടും എന്നുള്ള തത്വം. ഇതൊക്കെ ഓർമ്മയുടെ അടിസ്ഥാനമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കണ്ടത് ചിന്തയെ മനസ്സിലാക്കാൻ പല വഴികളുണ്ട്. കമ്പ്യൂട്ടർ മോഡലുകളുണ്ട്, പല ശാസ്ത്രങ്ങളെ ഒരുമിപ്പിക്കുന്ന കോഗ്നിറ്റീവ് സയൻസ് ഉണ്ട്, പിന്നെ തലച്ചോറിനെ നേരിട്ട് പഠിക്കുന്ന ന്യൂറോ സയൻസും. ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്ന ഒരു പ്രധാന ആശയം? പ്രധാനമായിട്ടും ഈ ഓരോ സമീപനവും നമുക്ക് ചിന്തയെയും ഓർമ്മയെയും പറ്റി മനസ്സിലാക്കാൻ നല്ല ടൂൾസ് തരുന്നുണ്ട്. കമ്പ്യൂട്ടർ മോഡലുകൾ അതിന്റെ പ്രോസസ്സിംഗ് സ്റ്റെപ്പുകൾ കാണിച്ചു തരും. ന്യൂറോ സയൻസ് അതിന്റെ ബയോളജിക്കൽ അടിത്തറ കാണിച്ചു തരും. ശരി. കോഗ്നിറ്റീവ് സയൻസ് ഇതിനെയൊക്കെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തന്ന ഒരു ഡോക്യുമെന്റിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണത്? മനുഷ്യന്റെ ചിന്തയിൽ വികാരങ്ങൾ, ബോധം, അതായത് കോൺഷ്യസ്നസ്, സാമൂഹികമായ കാര്യങ്ങൾ, ഇതിനൊക്കെ വലിയ പങ്കുണ്ട്. ആ, അത് ശരിയാണ്. ഇപ്പോ നിലവിലുള്ള മോഡലുകൾക്ക്, കമ്പ്യൂട്ടർ മോഡലുകൾക്കോ അല്ലെങ്കിൽ പൂർണ്ണമായും ബയോളജിക്കൽ വിശദീകരണങ്ങൾക്കോ ഇതിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്കായിട്ടൊരു ചിന്ത എവിടെ ബാക്കിയുണ്ട്? മനസ്സിനെക്കുറിച്ചുള്ള ഈ പല കാഴ്ചപ്പാടുകളില്ലേ, ഇതെല്ലാം ഒരുമിച്ചു പരിഗണിക്കുമ്പോൾ അത് പഠനത്തെക്കുറിച്ചോ ഓർമ്മയെക്കുറിച്ചോ നിങ്ങൾ വ്യക്തിപരമായി ചിന്തിക്കുന്ന രീതിയെ എങ്ങനെ മാറ്റിയേക്കാം, അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.